കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരും പ്രിയരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നാം റോമാലേഖനം 13-ാമത്തെ അധ്യായമാണല്ലോ തുടർച്ചയായി ചിന്തിച്ചു വരുന്നത്. 13-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം. ഈ 13-ാമത്തെ അധ്യായത്തിൽ 3 ബന്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത് നമ്മുടെ രാഷ്ട്രത്തോടുള്ള നമ്മളുടെ ബന്ധം. രണ്ടാമത് നമ്മുടെ സമൂഹത്തോടും വിശേഷാൽ കൂട്ടു സഹോദരങ്ങളോടുമുള്ള നമ്മളുടെ ബന്ധം. മൂന്നാമത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എന്ന യാഥാർത്ഥ്യത്തോടുള്ള നമ്മളുടെ ബന്ധം. ഈ 3 ബന്ധങ്ങളെക്കുറിച്ച് പൗലോസ് ശ്ലീഹ ഈ അധ്യായത്തിൽ പറയുകയാണ്. അധ്യായമായി തിരിച്ചത് പിന്നീടാണെങ്കിലും പൗലോസ് വളരെ ചിട്ടയോടെ ക്രമമായി വെൽ പ്ലാൻഡായിട്ട് എഴുതിയിരിക്കുന്ന ലേഖനമായതുകൊണ്ട് ഈ തരംതിരിവ് നമുക്ക് വ്യക്തമായി ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 13-ാം അധ്യായത്തിൽ രാഷ്ട്രത്തോടുള്ള നമ്മുടെ ബന്ധം, അധികാരികളോടുള്ള നമ്മുടെ ഇടപെടൽ, അതാത് ദേശങ്ങളിലുള്ള നിയമങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം, ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പൗലോസ് ശ്ലീഹ പരിശുദ്ധാത്മ പ്രേരണയാൽ സംസാരിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ചുരുക്കമായി ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായല്ലോ. പ്രത്യേകിച്ച് ഇത് ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണ്. ഈ കൊറോണയുടെ സാഹചര്യത്തിൽ അധികാരികൾ പല വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ജനങ്ങളുടെ മേൽ ചെലുത്തുന്നുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചെലുത്തുന്നു എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അധികാരികൾ ചെയ്യുന്നതാണ്. സമൂഹ നന്മയ്ക്ക് വേണ്ടി രോഗവ്യാപനം വല്ല വിധേനയും തടയുവാനായി അധികാരികൾ അതാത് സമയങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നമ്മളുടെ നന്മയ്ക്ക് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ തീരുമാനങ്ങൾക്ക് സ്വമേധയാ വിധേയപ്പെട്ടു കൊടുക്കുന്നതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് കരണീയമായിട്ടുള്ളത്. പ്രിയ ദൈവമക്കളെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്നുവരെ നമ്മുടെ ഭാരതത്തിൽ, ഇന്ത്യയിൽ നമുക്ക് അടിച്ചമർത്തിയ ഒരു ഭരണ സംവിധാനം നമുക്കില്ല എന്നുള്ളതിൽ നമുക്ക് വളരെ സന്തോഷിക്കാം. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവരെയും ആ സാഹചര്യങ്ങൾ നിലനിൽക്കുവാനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു ഭാഗത്ത് ഒരു യാഥാർത്ഥ്യമുണ്ട്. പൊതുജന സമൂഹത്തിൻ്റെ മനസ്സിൽ വർഗീയതയും മതപരമായ ചിന്തകളും മറ്റേതൊരു കാലഘട്ടത്തെക്കാളും വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന് ചില അധികാരികൾ അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതും അവരുടെ പ്രവർത്തനം മൂലമാണ് ഈ പ്രസിപ്പിറ്റേഷൻ, ഈ ഒരു വർഗീയവൽക്കരണം സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നുള്ളതും നമുക്ക് മറച്ചു വെക്കാവുന്ന വസ്തുതയല്ല. എങ്കിലും അധികാരസ്ഥന്മാരോടുള്ള നമ്മളുടെ മനോഭാവം, ഒരു ദൈവപൈതൽ ഒരു നല്ല പൗരനായിരിക്കും. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ മാത്രമല്ല, അവന് എതിരായുള്ള, അവന് കഷ്ടമുളവാക്കുന്ന എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ വന്നാൽ പോലും അവന് അതിനോട് ആവുള്ളിടത്തോളം ദൈവപ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് വിധേയപ്പെട്ട് സന്തോഷത്തോടെ മുൻപോട്ട് പോവുകയും ചെയ്യുന്ന നല്ല പൗരന്മാരാണ് വേദപുസ്തകം. അങ്ങനെയുള്ള പ്രബോധനമാണ് നമുക്ക് നൽകുന്നത്. അതിനെ സംബന്ധിച്ച് നമ്മളുടെ മനോഭാവം എന്തായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് പൗലോസ് ഇവിടെ പ്രത്യേകം പറയുന്നത് നമുക്ക് ശ്രദ്ധേയമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിൽ രാജ്യങ്ങളെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് തിയോക്രാറ്റിക് നേഷൻസ്, രണ്ട് സെക്കുലർ നേഷൻസ്. ആ ചിന്ത വിശ്വാസ പ്രമാണവുമായി ബന്ധപ്പെട്ടുള്ള ചിന്തയിൽ തിയോക്രാറ്റിക് നേഷൻസ് എന്ന് പറയുമ്പോൾ മതാധിഷ്ഠിത ഭരണ സംവിധാനമാണ്. അത് ഒരു മതത്തിലുള്ളവർക്കാണ് ആ രാജ്യത്ത് പ്രധാന പൗരത്വമുള്ളത്. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങൾ മുസ്ലിം മതത്തിനാണ് അവിടെ പ്രാമുഖ്യം. മുസ്ലിം മതപണ്ഡിതന്മാരാണ് അവിടെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ചില രാജ്യങ്ങളിൽ മതകോടതിക്കാണ് ഈ പൊതു കോടതിയേക്കാൾ അധികാരമുള്ളത്. ആ സംവിധാനത്തിനൊക്കെ മാറ്റം വരുന്നു എന്നുള്ളത് വളരെ ഗുണകരമായ, വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ്. മതകോടതി, മതം എന്തു പറയുന്നു എന്നുള്ളതാണ് പൊതു നിയമങ്ങളെക്കാൾ പ്രധാനമായിട്ട് അവർ പരിഗണിച്ചിരുന്നത്. ആ കാര്യങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോലും ജോലി ചെയ്യുന്ന നമ്മുടെ ധാരാളം സഹോദരങ്ങളുണ്ട്. അവർക്ക് ദൈവത്തെ സേവിക്കുവാനായിട്ട് ദൈവം ഇന്നുവരെ അനുകൂലമായ സാഹചര്യങ്ങൾ അനുവദിക്കുന്നു എന്നുള്ളത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുവാൻ അത് കടപ്പാടാണ്. അത് കാരണമാണ്. ഞായറാഴ്ച ദിവസം ഒരു മുസ്ലിം രാജ്യത്തും അവധി ദിവസമായിരിക്കുന്നില്ല, അത് നമുക്കറിയാം. എങ്കിലും അവരുടെ വീക്ക്ലി ഡേ ആയ വെള്ളിയാഴ്ച
അവർക്ക് ഒരുമിച്ചുകൂടി ദൈവമക്കൾക്ക് ഒരുമിച്ചുകൂടി കൂട്ടായ്മകൾ നടത്തുന്നതിന് അവർക്ക് സഭായോഗങ്ങൾ കൂടുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങൾ അധികാരികൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷുകാരായ ആളുകൾ അവർ ആ സ്ഥലങ്ങളിൽ ആദ്യമൊക്കെ ആധിപത്യം സ്ഥാപിച്ചിരുന്നതിനാലാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യം അവിടെ ഒരുക്കപ്പെട്ടതെന്നുള്ളതും നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കാവുന്നതാണ്. ദൈവം സാഹചര്യങ്ങളെല്ലാം നിയന്ത്രിച്ച് തിരികെ പ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളിയാഴ്ചയാണെന്നുള്ളത് കൊണ്ട് യാതൊരു വ്യത്യാസവും വരുന്നില്ല. കാരണം സർവവ്യാപിയായ ദൈവത്തിന് ഒരു സ്ഥലവും പ്രധാനമല്ലല്ലോ. അതുകൊണ്ട് ഒരു പ്രത്യേക കെട്ടിടമോ ഒരു പ്രത്യേക സ്ഥലമോ ഇതൊന്നും ദൈവത്തിന് പ്രധാനമല്ല. നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത് 2 or 3 പേർ കർത്താവിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും കർത്താവിൻ്റെ സാന്നിധ്യം അവരുടെ നടുവിലുണ്ട് എന്നാണ് നമ്മൾ വായിക്കുന്നത്. മാത്രമല്ല ദിവസം പ്രധാനമല്ല. കാലാതീതനായ ദൈവത്തിന് വിശേഷപ്പെട്ട സമയമെന്ന് പറയുന്ന ഒരു സമയമില്ല, വിശേഷപ്പെട്ട ദിവസം എന്ന് പറയുന്ന ഒരു ദിവസമില്ല. ഞായറാഴ്ച പോലും നമുക്ക് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വിശേഷപ്പെട്ട ദിവസമെന്ന് പറയുന്നതിനേക്കാൾ ചരിത്രപരമായ ഒരു പ്രാധാന്യം മാത്രമുള്ള ഒരു ദിവസമായിട്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ ഏതൊരു ദിവസത്തെയും കൂട്ടായ്മ ഒരുപോലെ പ്രധാനമാണ്. പൊതു അവധി ദിവസമായതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാൻ അത് സൗകര്യമായിരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ മറ്റ് അതിന് വലിയ പ്രാധാന്യമൊന്നും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലില്ല. നമ്മൾ എത്ര സന്തോഷത്തോടെ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളാണിത്. കാരണം കാലാതീതനായ ദൈവം, കാലത്തിനും സമയത്തിനും ഒക്കെ അതീതനായ ദൈവത്തിന് ഒരു സമയം വിശേഷപ്പെട്ട സമയമല്ല, ഒരു ദിവസവും വിശേഷ ദിവസമല്ല. പിന്നെ സർവവ്യാപിയായ ദൈവത്തിന് ഒരു സ്ഥലവും വിശേഷപ്പെട്ട സ്ഥലമല്ല. അവിടുത്തെ തിരുനാമത്തിൽ അവിടുത്തെ ഭക്തന്മാർ, അവിടുത്തെ മക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ വിശേഷമായ ഒരു സാന്നിധ്യം കർത്താവ് അവരുടെ നടുവിൽ അയക്കുന്നു എന്നുള്ളത് അത് ദൈവവചനം വ്യക്തമാക്കുന്ന സത്യമാണ്. പ്രിയപ്പെട്ട, അതുകൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത് നമുക്ക് ഞായറാഴ്ച ദിവസം പൊതു ഒഴിവ് ദിവസമായി ലഭിക്കുന്നില്ല എന്നുള്ളതിൽ നമുക്ക് അങ്ങനെ കുണ്ഠിതപ്പെടുവാൻ ആവശ്യമില്ല. മറ്റൊരു ദിവസം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുവാനായിട്ട് കഴിയും. എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. യാഥാസ്ഥിതികവും വളരെ അടിച്ചമർത്തിയതുപോലെ മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ നിന്ന് പല രാജ്യങ്ങളും അയവ് വരുത്തുന്നു എന്നുള്ളതിൽ അത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ വകയുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ അധികാരികളായ അധികാരികൾ നിയമം വെക്കുമ്പോൾ ഞായറാഴ്ച അവധി ദിവസമല്ലെങ്കിലും വെള്ളിയാഴ്ച അവധി ദിവസമായിട്ട് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ആ രാജ്യങ്ങളിലുള്ള വിശ്വാസികൾക്കത് സാവകാശമുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിൾ പുതിയ നിയമത്തിലുള്ള ഉപദേശങ്ങൾ എത്ര യുക്തികരവും എത്ര തികവുള്ളതും എത്ര ശ്രേഷ്ഠവുമാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. അപ്പോൾ ആരാണ് ദൈവത്തെ ആരാധിക്കുന്നതെന്നും എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നതെന്നുള്ളതുമാണ് പ്രധാനം. അല്ലാതെ എവിടെ, ഏത് ദിവസം, ഏത് സമയത്ത്, ഏതൊക്കെ ചടങ്ങുകൾ എന്നുള്ളത് പ്രധാനമല്ല. ആര് സത്യനമസ്കാരികളായിരിക്കണം? പിതാവിനെ പിതൃപുത്ര ബന്ധമുള്ളവരായിരിക്കണം, ആത്മാവിലും സത്യത്തിലും. സത്യം എന്ന് പറയുന്നത് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. ഇതിൻ്റെ വചന സത്യമാകുന്നുവല്ലോ. ദൈവവചനപ്രകാരം ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ ആത്മീയമായ ശുശ്രൂഷയായി കൂട്ടായ്മയുടെ ഹൃദ്യമായ ബന്ധം അനുഭവിക്കുക. ഈ കൊറോണ കാലത്തും എത്ര നിയന്ത്രണങ്ങൾ സർക്കാർ കൊണ്ടുവന്നാലും അങ്ങനെയുള്ള കൂട്ടായ്മകൾ ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്കിന്ന് സാധിക്കുന്നു എന്നുള്ളതിൽ ഒരർത്ഥത്തിൽ നമുക്ക് ദൈവത്തോട് നിന്നുള്ളവരായിരിക്കാൻ കഴിയും. ഒരുമിച്ച് കൂടി മുഖാമുഖം കണ്ട് ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെ മാധുര്യം അനുഭവിക്കാൻ ഇന്നിവിടെ നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ഈ സാഹചര്യങ്ങൾ നമ്മൾ പരിഗണിച്ച് അധികാരസ്ഥന്മാർ നിയമിക്കുന്ന നിയന്ത്രണങ്ങൾക്ക് നമ്മൾ സ്വമേധയാ വിധേയപ്പെടുവാനായിട്ടാണ് ബൈബിൾ നമുക്ക് ആഹ്വാനം തരുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു സ്ഥലവും നമുക്ക് വിശേഷപ്പെട്ട സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടിവരവുകൾക്ക് നിയന്ത്രണങ്ങൾ വെക്കുമ്പോൾ ആ നിയന്ത്രണങ്ങൾക്ക് പോലും നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ദൈവത്തോടുള്ള ആത്മീയ ജീവിതത്തിൽ ദൈവത്തോടുള്ള ആ ബന്ധത്തിന് തടസ്സമാകുവാൻ കഴിയുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, എങ്കിലും ഇവിടെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ വെക്കുമ്പോൾ ഇപ്പം ചിലപ്പം ആളുകൾ പറഞ്ഞെന്ന് വരും, ഇവിടെ ഇപ്പം ആരാധനാ സ്വാതന്ത്ര്യമില്ല, ശബ്ദമുണ്ടാക്കാൻ പാടില്ല. ആരാ പറഞ്ഞത് ആരാധനാ സ്വാതന്ത്ര്യമില്ലെന്ന്? ശബ്ദമുണ്ടാക്കാൻ പാടില്ല എന്നുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് വരാം.
ആരാധന എന്ന് പറയുന്നത് മുഴുവൻ ജീവിതവും ദൈവത്തിൻ്റെ മഹത്വത്തിനായി യാഗമെന്ന പോലെ സമർപ്പിച്ചതല്ലേ? അതിനിവിടെ ഒരു നിയന്ത്രണങ്ങളും കൊണ്ടുവരുവാനായിട്ട് ഒരു നിയമത്തിനും കഴിയുന്നതല്ലല്ലോ. ഞാനും ദൈവവുമായുള്ള എൻ്റെ ആന്തരിക ബന്ധം, ആന്തരിക ബന്ധത്തെ തടസ്സപ്പെടുത്തുവാനായിട്ട് ഇവിടെ ഒരു നിയമത്തിനും കഴിയുന്നതല്ല. തീർച്ചയായിട്ടും. അതുകൊണ്ട് ആരാധനയ്ക്കുള്ള നിയന്ത്രണങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ കൂടി വരവുകൾക്ക് നിയന്ത്രണങ്ങളുണ്ട് എന്ന് പറയുന്നതായിരിക്കും ഏറെ കൃത്യമായ ആശയം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. മാത്രമല്ല, നമ്മൾ തിരുവെഴുത്തിൽ പരിശോധിക്കുമ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ വീടുകളിലാണ് ദൈവമക്കൾ സഭായോഗമായി കൂടി വന്നിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അന്നും അവർ സർവ്വജനത്തിൻ്റെയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിച്ചു എന്നാണ് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. വീടുകളിൽ കൂടി വരുമ്പോഴും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളിൽ പാർക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുവാൻ ഇടയാകുന്ന യാതൊന്നും കൂടി വരവുകളുടെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് കൂടിവരവുകളിൽ വരുമ്പോൾ ജനങ്ങൾക്ക് അലോരസമുണ്ടാക്കിയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന സ്വൈര്യം കെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകരുത്. പലപ്പോഴും ആളുകൾ ഈ ആരാധന എന്ന് പറയുന്നത് വലിയ ഉച്ചത്തിൽ വാദ്യോപകരണങ്ങളുടെ സഹായത്തോടുകൂടി ആർത്ത് ഉല്ലസിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതിൽ അങ്ങ് ഒതുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആരാധന എന്ന പേരിൽ അയൽക്കാരന് സ്വൈര്യം കെടുത്തുന്ന നടപടികൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവരതിനെ പരാതിപ്പെടുകയും അധികാരികൾ അതിനെ നിയന്ത്രണം വയ്ക്കുകയും ചെയ്തു. അത് ബൈബിളിൽ പറയുന്ന കാര്യമല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വല്ലപ്പോഴുമൊക്കെ ഒരുമിച്ച് കൂടി ആർത്ത് ഉല്ലസിച്ച് ദൈവത്തെ സ്തുതിക്കാനുള്ള സമയം ഉണ്ടായിരിക്കണം. എന്നാൽ സ്ഥിരമായിട്ട് നമ്മൾ ഒരു വീട്ടിൽ ഒരു റെസിഡൻഷ്യൽ കോളനിയിൽ ഒരുമിച്ച് കൂടി വലിയ ശബ്ദകോലാഹലങ്ങളോടുകൂടി അയൽക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തക്കതുപോലെ വലിയ പരിപാടികളായിട്ട് നടത്തുമ്പോഴാണ് നിയന്ത്രണങ്ങൾ നമുക്ക് നമ്മുടെ മേൽ വരുന്നത്. അതുകൊണ്ട് അധികാരികൾക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ സ്തുതിച്ചത് 1-ാം നൂറ്റാണ്ടിൽ വീടുകളിൽ ഒരുമിച്ച് കൂടി അവർ ദൈവത്തെ സ്തുതിക്കുകയും കൂട്ടായ്മ അനുഭവിക്കുകയും ചെയ്തത് അയൽക്കാർക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിരുന്നില്ല. അതുകൊണ്ടായിരുന്നല്ലോ അവർ സകല ജനത്തിൻ്റെയും കൃപ അനുഭവിച്ചതെന്ന് പ്രവൃത്തി 2:47 നമ്മൾ വായിക്കുന്നത്. മാത്രമല്ല പ്രവൃത്തി 5:13 നമ്മൾ വായിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു എന്നാണ്. ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു. ഒരുമിച്ച് കൂടുന്ന ആളുകൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ജനം അവരെ പുകഴ്ത്തിപ്പോന്നു എന്ന് നമ്മൾ കാണുന്നത്. ദൈവത്തെ കൂട്ടത്തോടെ സ്തുതിക്കുമ്പോൾ വികാരത്തിന് പങ്കുണ്ടെങ്കിലും അത് വെറും ആരവാരവും അട്ടഹാസവുമായി അധപ്പതിക്കുവാൻ പാടില്ല. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ആർത്ത് ഉല്ലസിച്ച് ദൈവത്തെ സ്തുതിക്കണം. നമ്മൾ വികാരജീവികളാണ്. നമുക്ക് ഇമോഷൻ അവിടെ സ്ഥാനമുണ്ട്. നമ്മൾ ചിലപ്പോൾ ഉല്ലസിച്ച് ഘോഷിച്ച് ദൈവത്തെ സ്തുതിക്കും. പക്ഷേ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിലുള്ള അട്ടഹാസങ്ങളും ആർപ്പുവിളികളുമായിട്ട് നമ്മൾ ആയിത്തീരുമ്പോഴാണ് ആളുകൾ അതിനെതിരെ ശബ്ദമുയർത്തുന്നതും അധികാരികൾ ഇടപെടുവാൻ ഇടയായിത്തീരുകയും ചെയ്യുന്നത്. അത് ബൈബിള് പറയുന്നതല്ല. നമ്മൾ പരിജ്ഞാനത്തോടെ ചെയ്യണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വചനത്തിൻ്റെ പരിധിയിൽ നിന്ന് നമ്മൾ പുറത്തു പോയാൽ അവിടെ ദൈവിക സംരക്ഷണം ലഭിക്കണമെന്നില്ല. വചനത്തിൻ്റെ പരിധിയുണ്ട്. ദൈവവചനത്തിൻ്റെ പരിധിയിൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും, പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെ ദൈവത്തെ സ്തുതിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അതിനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് കൂടി വരവുകൾക്ക് തരും. എന്നാൽ ഒരു ചുറ്റും ആളുകൾ പാർക്കുന്ന ഒരു സ്ഥലത്ത് സ്ഥിരമായി അങ്ങനെ ചെയ്യുമ്പോഴാണ് ആളുകൾ അതിന് എതിർപ്പ് പറയുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കണം, ഇവിടെ ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രങ്ങളിൽ എല്ലാ വർഷവും ഉത്സവങ്ങളുണ്ട്. എല്ലാ വർഷവും ഉത്സവം അത് ഒരാഴ്ചയോ വല്ലതും ചില ദിവസങ്ങൾ കൊണ്ട് ഒതുങ്ങും. അല്ല, എല്ലാ ദിവസവും അങ്ങനെ അങ്ങ് ഉത്സവമേളമാണെങ്കിൽ ചുറ്റുപാടും താമസിക്കുന്നവർക്ക് അത് എത്ര ബുദ്ധിമുട്ടാകും. അവർ പള്ളികളിൽ പെരുന്നാളുകളുണ്ട്. പെരുന്നാളുകളിൽ വലിയ ശബ്ദവും കോലാഹലങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ആണ്ടിൽ എല്ലാ ദിവസവും അങ്ങനെയാണെങ്കിലോ ആളുകൾ തീർച്ചയായിട്ടും അതിനോട് നിഷേധാത്മകമായി പ്രതികരിച്ചെന്ന് വന്നേക്കാം. അധികാരികൾ അതിനകത്ത് ഇടപെട്ടെന്ന് വന്നേക്കാം. അപ്പോൾ നമ്മൾ കൂടിവരവുകൾ പരിജ്ഞാനത്തോട് വചനത്തിൻ്റെ പരിധിക്ക് ഉള്ളിലും ആയിരിക്കണം എന്നുള്ളത് വളരെ നിഷ്കർഷയോടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് അധികാരങ്ങൾക്കും സ്വൈര്യ ജീവിതത്തിനും ഇടയാകുന്നില്ല. അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്നുള്ളത്
വചനം നമ്മളെ പഠിപ്പിക്കുന്ന സത്യമാണ്. ഒരിക്കലും ഒരു യഥാർത്ഥ ദൈവ പൈതൽ അധികാരസ്ഥാനങ്ങളോട് മത്സരിക്കുന്നവരായിരിക്കുകയില്ല. അവർ മറ്റുള്ളവർക്ക് പുകഴ്ത്തത്തക്ക പെരുമാറ്റമായിരിക്കും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കണ്ടില്ലേ, 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെയാണ്. 3000 പേരൊക്കെ അന്ന് സ്നാനമേറ്റ് ജനത്തോട് ദൈവമക്കളോട് ചേർന്നു. അവരുടെ കൂട്ടം പുരുഷന്മാരുടെ സംഖ്യ തന്നെ 5000-ഓളമായി എന്നൊക്കെ നമ്മൾ ആദ്യ ദിവസങ്ങളിൽ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ സഭയുടെ ആദ്യ ദിവസങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും അവരപ്പം നുറുക്കാൻ കൂടി വന്നത് വീടുകളിലായിരുന്നു. ആയിരങ്ങൾ അവരൊരുമിച്ച് കൂടുന്നുണ്ട്. ദൈവാലയത്തിൻ്റെ മണ്ഡപങ്ങളിൽ, ദൈവാലയത്തിൻ്റെ പരിസരങ്ങളിൽ ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലായിരിക്കാം അവരൊരുമിച്ച് കൂടിയത്. എന്നാൽ വീടുകളിൽ കൂടി അപ്പം നുറുക്കുകയും കൂട്ടായ്മ ആദരിക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് ഇന്നും നമുക്ക് കരണീയമാണ്. ചെറിയ ചെറിയ കൂടിവരവുകളാണ് വചനത്തിൻ്റെ പരിധിക്കുള്ളിലുള്ളത്. മെഗാ ചർച്ച്, ഭീമൻ സഭകളല്ല. ഇനി പൗലോസ് ഈ പ്രബോധനങ്ങൾ പരിശുദ്ധാത്മാവിൽ നമുക്ക് തരുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൗലോസിൻ്റെ കാലത്തും അധികാരികൾ അത്ര മാതൃകപരമായ ജീവിതം നയിക്കുന്ന, അല്ലെങ്കിൽ എല്ലാം മാതൃകയായി ചെയ്യുന്ന ആളുകളായിരുന്നതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നതല്ല. അവരുടെ പെരുമാറ്റവും അത്ര മാതൃകാപരമായിരുന്നില്ല. മീൻസ് നമുക്കറിയാമല്ലോ, പൗലോസ് വിസ്താരത്തിൽ നിൽക്കുമ്പോൾ തന്നെ വിസ്തരിച്ചവർ എല്ലാവരും നീതിമാന്മാരായിരുന്നെങ്കിൽ പൗലോസിന് കൈസരെ അഭയം ചൊല്ലേണ്ടി വരുമായിരുന്നില്ലല്ലോ. പൗലോസ് റോമാ പൗരൻ എന്നുള്ള തൻ്റെ ആ പദവി അതുപയോഗിച്ച് കൈസരെ അഭയം ചൊല്ലി. കാര്യം തന്നെ വിസ്താരത്തിൽ നിൽക്കുമ്പോൾ ആ വിസ്താരത്തിലിരിക്കുന്നവർ അത്ര നീതിയോടെ തന്നെ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇല്ലാത്ത സാഹചര്യമുണ്ടായതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ കൈസറെ അഭയം ചൊല്ലേണ്ടി വന്നത്. മാത്രമല്ല, നമ്മൾ വായിക്കുമ്പോൾ പ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ ഇങ്ങനെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഫേലിക്സ് എന്ന് പറയുന്നൊരു ദേശാധിപതി, 24-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 26-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പൗലോസ് തനിക്ക് ദ്രവ്യം തരുമെന്ന് ആശിച്ച് പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു പോന്നു. 2 ആണ്ട് കഴിഞ്ഞിട്ട് ഫേലിക്സിന് പിൻവാഴിയായി പെർക്യോസ് ഫെസ്റ്റോസ് വന്നപ്പോൾ ഫേലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്ന് വെച്ചിട്ട് പൗലോസിനെ തടവുകാരനായി വിട്ടേച്ചു പോയി. അന്നത്തെ അധികാരിയെ കണ്ടോ, ഫേലിക്സ് എന്ന് പറയുന്ന ദേശാധിപതി. ആ ദേശാധിപതിയാണ്. ദ്രുസില്ല എന്ന ഒരു യഹൂദ സ്ത്രീയാണ് അയാൾ വിവാഹം കഴിച്ചിരുന്നത്. ഫേലിക്സ് വളരെ നല്ലൊരു ഭരണകർത്താവായിരുന്നു. റോമൻ ചക്രവർത്തിയുടെ അധീനതയിൽ പലസ്തീൻ നാട്ടിൽ അധികാരം കൈയാളുന്ന ദേശാധിപതിയായിരുന്നു. ആ സ്ഥലങ്ങളിൽ യെരുശലേമൊക്കെ തലസ്ഥാന നഗരമായ യെരുശലേമൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ പ്രവിശ്യയുടെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം തന്നെ ഇടയ്ക്കിടയ്ക്ക് തടവുകാരനായ ഫേലിക്സ്, കാര്യം അദ്ദേഹം ഫേലിക്സ് നോക്കുമ്പോൾ പൗലോസ് റോമാ പൗരനാണ്, കാശുള്ളയാ, അവൻ്റെ അപ്പനെക്കുറിച്ചൊക്കെ കപ്പലുടമയുടെയും മറ്റും മകനായിരുന്നു എന്നാണ് പറയുന്നത്. പൗലോസ് വലിയ സമ്പന്നനായിരുന്നു. അപ്പോൾ ഒത്തിരി സമ്പത്തുള്ളവനായതുകൊണ്ട് കാശ് കിട്ടും, എനിക്ക് ദ്രവ്യം തരും, ദ്രവ്യം തന്നാൽ എന്തെങ്കിലുമൊക്കെ ഔദാര്യങ്ങൾ ചെയ്തു കൊടുക്കാം, നിയമത്തിൻ്റെ പരിധിക്ക് അപ്പുറമായിട്ടൊക്കെ തന്നെ പൗലോസിൻ്റെ കാര്യത്തിൽ ഇടപെട്ടവനെ സ്വതന്ത്രനാക്കുവാനും പറ്റും എനിക്ക് വേണമെങ്കിൽ കഴിയുമായിരുന്നു. എന്നാൽ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പൗലോസിനെ വിളിച്ചിട്ട് പൗലോസിനോട് സംഭാഷിക്കും. എന്തിനാ? ദ്രവ്യം കിട്ടുമെന്ന് വിചാരിച്ച്. കാര്യം ആ ടൈപ്പ് ആളായിരുന്നു ഫേലിക്സ്. അന്നും ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു. നാടുവാഴിയാണ്, പരമാധികാരിയായിരിക്കുക ആളാണ്. പരമാധികാരി എന്ന് പറയാൻ കഴിയില്ല, കാരണം ചക്രവർത്തിയുടെ കീഴിലാണ്. എങ്കിലും തനിക്ക് തൻ്റെ ആ പരിധിക്കുള്ളിൽ നല്ല അധികാരം ഉള്ളയാളാണ്. അദ്ദേഹം പോലും കൈക്കൂലി വാങ്ങുന്ന ഒരു സ്ഥിതി അന്ന് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആ സാഹചര്യത്തിൽ അങ്ങനെയുള്ള അന്യായം പൗലോസ് തന്നെ നേരിട്ട് അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴുമാണ് അധികാരികൾ കീഴടങ്ങിയിരിക്കാൻ നമ്മളോട് പറയുന്നത്. അല്ലാതെ എല്ലാവരും മാതൃകപരമായ ഭരണം നടത്തുന്നവരായിരുന്നത് കൊണ്ടല്ല. ഇന്നും നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായെന്ന് വരാം. ഉദ്യോഗസ്ഥന്മാർ ചിലപ്പോൾ അഴിമതിക്കാരും ഒക്കെ ആയെന്ന് വന്നേക്കാം. പക്ഷേ ഒരു കാര്യം നമ്മൾ മറക്കരുത്, 100-ൽ ഒരു ചെറിയ ശതമാനമേ അങ്ങനെയുള്ളവർ കാണുകയുള്ളൂ. യോഗ്യന്മാരായ എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ട്.
തന്നെയല്ല, പിടിക്കപ്പെടുമ്പോൾ അവർ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതും നമുക്ക് ഒരർത്ഥത്തിൽ പ്രത്യാശയ്ക്ക് വക നൽകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അന്യായം അനുഭവിക്കേണ്ടി വന്നാൽ പോലും നമ്മൾ നിയമത്തിന് കീഴ്പ്പെടുകയാണ് വേണ്ടത്. ഞാൻ ഈ വളരെ അത്ഭുതത്തോടുകൂടി പൗലോസിൻ്റെ ലേഖനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് ചോദിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിന് പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തതെന്ത്, നഷ്ടമേറ്റുകൊള്ളാത്തതെന്ത് എന്ന് പറഞ്ഞാൽ, വിശുദ്ധന്മാർ സഭയിലെ അംഗങ്ങൾ പരസ്പരം കോടതി കേസൊക്കെ ഉണ്ടായപ്പോൾ എന്നെ കാര്യം നിങ്ങളെന്താ അന്യായം സഹിച്ചാൽ പോരെ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കഷ്ടമാണ്. നഷ്ടമങ്ങ് ഏറ്റുകൊണ്ടാൽ പോരെ, 5 ലക്ഷം രൂപ തട്ടിച്ചുകൊണ്ട് പോയി, പോട്ടെന്നങ്ങ് വെച്ചാൽ പോരെയെന്ന് എന്നാ പൗലോസ് പറയണത്? അന്യായം സഹിച്ചാൽ പോരെ, നഷ്ടമങ്ങ് ഏറ്റുകൊണ്ടാൽ പോരെ. നമ്മൾ ഒരു ദൈവപൈതലിൻ്റെ മനോഭാവം അങ്ങനെ ആയിരിക്കണം. ഏറ്റവും മാതൃകാപരമായി സ്തോത്രം അന്യായം സഹിക്കുക എന്ന് പറയുന്നത് ദുഷ്ടൻ്റെ അതിർത്തിരിക്കുന്ന ലോകത്തിൽ അത് സ്വാഭാവികമായൊരു കാര്യമാണ് എന്ന ചിന്തയിൽ അവൻ അധികാരസ്ഥന്മാർക്കും ഈ വ്യവസ്ഥിതികൾക്കും കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. എന്നാൽ ഒരു കാര്യം നമ്മൾ മറക്കരുത്, ഇങ്ങനെ പറയുമ്പോൾ കണ്ണടച്ചങ്ങ് അനുസരിക്കുക എന്നുള്ളതല്ല. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യജമാനന്മാർക്ക്, നല്ലവർക്ക് മാത്രമല്ല മൂർഖന്മാരായ യജമാനന്മാർക്ക് പോലും കീഴടങ്ങിയിരിക്കണമെന്നാണ് പറയുന്നത്. മൂർഖന്മാരായ യജമാനന്മാർക്ക് പോലും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിന് വളരെ അസൗകര്യം ഉണ്ടാക്കുന്ന നിലയിൽ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ നമ്മളോട് പെരുമാറിയെന്ന് വന്നാൽ പോലും ഒരു ദൈവപൈതൽ എന്ന നിലയിൽ നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തോട് ഉണർത്തിച്ചിട്ട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നേട്ടത്തിന് വേണ്ടി പലപ്പോഴും അസ്ഥാനത്ത് പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 1 പത്രോസ് 2:13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതേ പ്രബോധനം പൗലോസ് തരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ റോമാലേഖനം 13-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിലെ ഒരു പ്രത്യേക പദം ശ്രദ്ധിക്കുക. ശ്രേഷ്ഠാധികാരങ്ങൾ കീഴടങ്ങിയിരിക്കട്ടെ. ശ്രേഷ്ഠാധികാരങ്ങൾ എന്ന ആശയം ഇച്ചിരി വ്യാഖ്യാനത്തിലേക്ക് പോയി എങ്കിലും അധികാരങ്ങൾ എന്നുള്ള ആശയമാണ് പ്രധാനമായിട്ടും മൂലകൃതിയിലെ വാക്കിന് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കണ്ണടച്ചുള്ള ഒരനുസരണമല്ല, ആരെന്നെ പറഞ്ഞാലും അധികാരി എന്നെ പറഞ്ഞാലും അങ്ങ് അനുസരിച്ചേക്കണം എന്നുള്ള ആശയമല്ല. ദൈവവചനത്തിന് വിധേയപ്പെട്ടുള്ള അനുസരണമാണ് പരിശുദ്ധാത്മാവ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമുക്കറിയാം റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വളരെയേറെ ദുരുപയോഗപ്പെടുത്തപ്പെട്ട ഒരു വചനം തന്നെയാണ്. ഏത് മനുഷ്യനും ദൈവത്താലല്ലാതെ ഒരു അധികാരം ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നു. ഈ വാക്കിനെ വളരെ ദുർവ്യാഖ്യാനിച്ച് ചില ഏകാധിപതികളെ പോലെ പെരുമാറിയവരും അന്യായമായ നിയമങ്ങൾ ജനത്തിന്മേൽ ചെലുത്തിയവരുമായ ഭരണാധികാരികൾ ഈ വാക്യമൊക്കെ എടുത്ത് വളരെ ദുരുപയോഗിച്ചുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മറക്കരുത്, രാഷ്ട്രത്തോടുള്ള അനുസരണം ദൈവത്തോടുള്ള അനുസരണത്തിന് വിപരീതമാകുമ്പോൾ ദൈവത്തെ അനുസരിക്കണം. രാഷ്ട്രത്തോടുള്ള അനുസരണവും നിയമത്തോടുള്ള വിധേയത്വവും ദൈവത്തോടുള്ള അനുസരണത്തിന് വിരുദ്ധമായി വരുമ്പോൾ, ദൈവം പറയുന്ന കാര്യങ്ങളെക്കാൾ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം, അതിനോട് ദൈവ വ്യവസ്ഥകളോട് ചേരാത്ത നിയമങ്ങൾ കൊണ്ടുവന്നാൽ നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ അതിന് വിധേയപ്പെടുവാനായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ എന്നാൽ ദൈവവചനത്തോട് വിധേയപ്പെട്ട് അതിനകത്ത് നമുക്ക് ഇച്ചിരി അസൗകര്യങ്ങളൊക്കെ ഉണ്ടായാലും നമ്മളത് സഹിക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. എന്നാൽ വചനത്തിന് എതിരായി ആരെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നാൽ അതിനെ നമ്മൾ അനുകൂലിക്കണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല. പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 29-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നോക്കണേ, അതിൻ്റെ 28-29 വായിക്കുമ്പോൾ പത്രോസ്ലീഹ പറയുന്ന വാക്ക് നമുക്കിവിടെ കാണാൻ കഴിയും. പ്രവൃത്തി 5-ന്റെ 28-29 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. അധികാരികൾ ചോദിക്കുക, നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു, ആ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. കണ്ടോ, മനുഷ്യരെക്കാൾ ദൈവത്തെ
അനുസരിക്കേണ്ടതാകുന്നു. ഇതായിരിക്കണം നമ്മുടെയും നിലപാട്. മനുഷ്യരെ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് കണ്ണടച്ച് അങ്ങനെ അങ്ങ് അനുസരിച്ച് കൊടുക്കുക എന്നുള്ളതല്ല, ദൈവവ്യവസ്ഥയ്ക്ക് വിധേയപ്പെട്ടുള്ള അനുസരണമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയും ഇവിടുത്തെ നിയമങ്ങളും പരസ്പര വിരുദ്ധങ്ങളായി വരുമ്പോൾ നമ്മൾ ആ ദൈവവ്യവസ്ഥയ്ക്കാണ് വിധേയപ്പെട്ടിരിക്കേണ്ടത്. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഇച്ചിരി അസൗകര്യങ്ങളുണ്ടായാൽ പോലും നമ്മൾ നിയമത്തിന് വിധേയപ്പെട്ടിരിക്കുന്ന മാതൃകാ പൗരന്മാരായിരിക്കണമെന്നാണ് ദൈവവചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് നിയമത്തിനെതിരായി അധികാരികൾ നിയമം ഉണ്ടാക്കിയപ്പോൾ അവ ലംഘിക്കപ്പെട്ടത് നമുക്ക് വചനത്തിൽ പല ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഇതായിരിക്കണം നമ്മുടെ തത്വം. എന്താ തത്വം? ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കും രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കും ഇത് രണ്ടും പരസ്പരം ക്ലാഷ് ചെയ്യുമ്പോൾ, ഒന്നിനോട് എതിരായി വരുമ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടിരുന്നു കൊള്ളണം. ഒരിക്കലും മനുഷ്യ നിയമത്തെ ദൈവവ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് കീഴ്പ്പെട്ടിരിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഇന്നുവരെ ഒരു ചെറിയ നിലയിലെങ്കിലും ഇവിടെ നീതി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ജനഹൃദയങ്ങളിലായാലും നീതിബോധം അറ്റുപോയിട്ടില്ല. അതുകൊണ്ട് നീതിയുള്ള ഒരു നിയമം മാത്രമേ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് വളരെ അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമേ ദൈവ പ്രമാണത്തിനും ലോകത്തിൻ്റെ പ്രമാണത്തിനും തമ്മിൽ ക്ലാഷ് ചെയ്യുന്ന, ഏറ്റുമുട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുള്ളൂ. ഇന്ന് അങ്ങനെയുള്ള രാജ്യങ്ങളില്ലാതില്ല. നമുക്കറിയാം, ചൈന പോലുള്ള രാജ്യങ്ങളിൽ ക്രിസ്തീയ വിശ്വാസത്തിനെതിരായ അധികാരികൾ പലതും ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവർ ഉത്സാഹിക്കുന്നു. അതായിരിക്കട്ടെ നമ്മുടെ ഈ മാതൃക. സ്തോത്രം. അതിന് ദൈവം നമുക്ക് കൃപ നൽകട്ടെ. സ്തോത്രം. മാതൃകാ പൗരന്മാരായി ദൈവവ്യവസ്ഥയ്ക്ക് വിധേയപ്പെട്ട് നിയമങ്ങളെ അനുസരിച്ച് പോകുവാൻ നമുക്ക് ദൈവസ്ഥലത്ത് നമ്മളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നുവരെ ഞങ്ങളുടെ രാജ്യത്ത് കർത്താവ് ഞങ്ങൾക്ക് സ്വൈര്യമായി വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള അനുവാദവും അവസരങ്ങളും തിരുമേനി നൽകുന്നതിനാൽ സ്തോത്രം. അധികാരസ്ഥർക്ക് വേണ്ടി ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനങ്ങളും നിയമങ്ങളും ഒന്നും കൊണ്ടുവരുവാൻ അവർക്ക് ഒരിക്കലും ഇടയാകാതെ വണ്ണം അവിടുത്തെ പ്രത്യേകമായ നിയന്ത്രണവും പരിപാലനവും ദേശത്തുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ നിയമം ഉണ്ടാകുമ്പോൾ അങ്ങയുടെ പ്രമാണങ്ങൾക്കും അങ്ങയുടെ വചനത്തിനും ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് അങ്ങേ പ്രസാദിപ്പിച്ച് ജീവിക്കുവാനുള്ള അതിനുള്ള കൃപയും ആർജ്യവും അതിനുള്ള സമർപ്പണവും ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.